നാലഞ്ച് എന്ന് പറയാം. മൂന്നാമത്തതാണ് ലിറ്ററേച്ചർ അപ്രൈസൽ. ലിറ്ററേച്ചർ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു റിസർച്ച് ചെയ്യാൻ പോകുമ്പോ പൊടുന്നനെ അയാൾ ചാടി ഒരു വിഷയത്തിലേക്ക് പോവുകയല്ല, മറിച്ച് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ സ്പെല്ല് ഒന്ന് ചെയ്യാം സർ. അപ്രൈസൽ, ലിറ്ററേച്ചർ അപ്രൈസൽ, APPRAISAL, appraisal. Thank you sir. Yes, that means evidences. അഥവാ നമ്മൾ ഒരു റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ ലിറ്ററേച്ചറുകളിലേക്ക്, പുസ്തകങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ റിസർച്ച് ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ചില തെളിവുകൾ അയാൾക്ക് കിട്ടും. ഇന്ന വിഷയങ്ങളിലെല്ലാം റിസർച്ച് നടന്നിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളത് ഇവിടെയാണ്, അതിലേക്കാണ് പോകേണ്ടത് എന്ന ഒരു ഡിറക്ഷൻ അയാളുടെ കയ്യിലുണ്ടാവണം. അപ്പോഴേ ഒരു പ്രോബ്ലത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 4, ന്യൂനെസ്. അതിനൊരു പുതുമ ഉണ്ടായിരിക്കണം, പുതുമ വേണം. ദാറ്റ് മീൻസ് അത് റിസർച്ച് എത്തിക്സിന്റെ ഭാഗമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനത്തെ ഇന്ന് ഒരു പുതിയ കുപ്പിയിൽ കൊണ്ടുവരരുത്, അതിനൊരു ന്യൂനെസ് വേണം. ഇപ്പൊ ഞാൻ റിസർച്ച് കഴിഞ്ഞ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അത് 20 കൊല്ലം പിറകെയാണ് ഓടുന്നത്. ആരോഗ്യകരമായ ഒരു ക്രിറ്റിസിസമാണ്. 20 കൊല്ലം പിറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുഞ്ഞുങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കെമിസ്ട്രി ടീച്ചർ ആണെങ്കിൽ കെമിസ്ട്രിയിലെ ചില പാഠങ്ങൾ ഒരു ടെക്നോളജി വെച്ച് ഒരു പാക്കേജ് ഉണ്ടാക്കി, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കി, അത് വെച്ച് കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം അവർ പറയും ടെക്നോളജി ഉപയോഗിച്ച് കെമിസ്ട്രി പഠിപ്പിച്ചാൽ വളരെ നല്ലതാണ്, എളുപ്പം കുട്ടികൾക്ക് മനസ്സിലാവും എന്ന് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥാനത്ത് ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് വരുന്ന സകല പുസ്തകങ്ങളുടെയും പിറകിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുവാനുള്ള ഒരു CD കാണാം. അതില് എപ്പോഴാ CD വന്നത്? ടെക്നോളജി ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് ആക്സലറേറ്റഡ് ആവുമെന്ന് ഒരുപാട് റിസർച്ചുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ CD വെക്കപ്പെട്ടത്. പക്ഷെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി നല്ലതാണ് എന്ന് പറയലാണ്. അപ്പോ ആ സബ്ജക്റ്റിനകത്ത് എന്തില്ല? ന്യൂനെസ്, റിസർച്ച് എത്തിക്സ് പാലിക്കപ്പെടുന്നില്ല. പുതുമയുണ്ടായിരിക്കണം. 5-മത്തത് റെലവൻസ് ഉണ്ടായിരിക്കണം. ഐഡന്റിഫൈ ചെയ്യുന്ന ആ പ്രോബ്ലത്തിന് റെലവൻസ്, അതിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ ഒന്ന് വേറെ ആരും കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ റിസർച്ചിന്റെ ആ തിസീസ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യത്തെ താളുകളിൽ എഴുതി വെക്കുന്നത്, ഞാൻ ഈ ചെയ്ത റിസർച്ച് എന്റെ നാട്ടിൽ, എന്റെ രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്റെ ഈ പഠനം ഒറിജിനലാണ് അല്ലെ? അപ്പൊ ഒരു റെലവൻസ് അതിന് അകത്തുണ്ടായിരിക്കണം. 6-മത്തത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഈ പ്രോബ്ലം റിസർച്ചബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് കൺസിഡറേഷൻ ഓഫ് ടൈം, സമയത്തിന്റെ പരിഗണന വേണം. കണ്ടെത്തിയ പ്രോബ്ലത്തിനകത്ത് അയാൾക്ക് അറിവുണ്ട്, കഴിവുണ്ട്, അയാൾക്ക് അത് മുന്നോട്ട് പോകാനുള്ള തെളിവുകൾ കയ്യിലുണ്ട്, കിട്ടിയ സാധനത്തിന് അമിതമായ പുതുമയുണ്ട്, ഒറിജിനലാണ്. പക്ഷേ എനിക്ക് അനുവദിച്ച സമയത്തിനകത്ത് റിസർച്ചബിൾ ആവണം. അത് നടത്താൻ പറ്റണം. എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കിട്ടിയ സംഗതി പറ്റൂല, ആ റിസൾട്ട് വാലിഡ് ആയിരിക്കില്ല. അപ്പൊ റിസർച്ചിന് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും. ആ സമയത്തിനകത്ത്
നമുക്ക് തീർക്കാൻ പറ്റുന്നതായിരിക്കണം ഐഡന്റിഫൈ ചെയ്യുന്ന സബ്ജക്ട്. സെവന്ത് വൺ, സിഗ്നിഫിക്കൻസ്. സർ, ഒരു നിശ്ചിത സമയത്തിനകത്ത് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന വാക്ക് എന്താണ് സർ? ന്യൂനെസ് കഴിഞ്ഞിട്ട് റെലവൻസ്. ദാറ്റ് മീൻസ് ഒറിജിനാലിറ്റി, റെലവൻസ് ഉണ്ടായിരിക്കണം. RELEVANCE, റെലവൻസ്. റിസർച്ചബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ സമയത്തിനൊരു പരിഗണന ഉണ്ട്. സമയം കൂടുതൽ കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ കൃത്യമായ ഒരു ടൈം പീരീഡിനകത്ത് തീർത്തിട്ടില്ലെങ്കിൽ റിസർച്ച് വാലിഡ് ആവില്ല. എന്തുകൊണ്ട് വാലിഡ് ആവില്ല? നമുക്കറിയാം, ചേഞ്ച് ഈസ് ദ റിയാലിറ്റി അല്ലേ? ഭൂമിയിൽ ഒരൊറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ, അത് മാറ്റമാണ്. വാട്ട് യു സീൻ ടുഡേ മോർണിംഗ് വിൽ ബി ഔട്ട്ഡേറ്റഡ് ഇൻ ദ ഈവനിങ്. ഇന്ന് രാവിലെ കണ്ടത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. അവ നമ്മൾ ഇന്ന് തുടങ്ങിയ റിസർച്ച് 10 വർഷം കഴിഞ്ഞ് റിസൾട്ട് കൊണ്ടുവരുമ്പോ ഇത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണ് ടൈമിന്റെ പരിഗണന ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. സമയത്ത് തീർത്തിട്ടില്ലെങ്കിൽ UGCയിൽ നിന്ന് നമ്മൾ കൈപ്പറ്റിയ സകല പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പൊ അത് റിസർച്ചബിൾ ആയിരിക്കണം. ദെൻ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. റിലേറ്റീവ് ഇമ്പോർട്ടൻസ് എന്താ സിഗ്നിഫിക്കൻസ് പറഞ്ഞ? നമ്മുടെ രാജ്യത്തിലെ ഈ നമുക്ക് റിസർച്ച് ചെയ്യാൻ പണം തരുന്ന ഒരു ഏജൻസിയിൽ നിന്ന്, അത് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ UGCയോ ഒക്കെ ആയിക്കോട്ടെ, അവരിൽ നിന്ന് പൈസ വാങ്ങി ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിച്ച് ഒരു റിസർച്ച് ചെയ്തതിന് ശേഷം അത് സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ്, അതിന് പ്രത്യേകമായ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ, പിന്നെ നമ്മൾ ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ ചെയ്യരുത്. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. എട്ടാമത്തതാണ് ഫീസിബിലിറ്റി എന്നത്. ഫീസിബിലിറ്റി മീൻസ് ഫിനാൻഷ്യൽ കൺസിഡറേഷൻ. നമുക്ക് ഈ റിസർച്ച് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പണമുണ്ട്, പൈസയുണ്ട്. ആ പൈസക്കകത്ത് നിൽക്കുന്നതായിരിക്കണം ഈ റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോ ഒരാൾ റിസർച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ചൊവ്വയിൽ അല്ലെ, ചൊവ്വാഗ്രഹത്തിൽ ജീവന്റെ അംശമുണ്ട്, അത് പഠിക്കാൻ പോകാൻ ഒരാൾക്ക് നിന്നാൽ എനിക്കും പറ്റില്ലല്ലോ. അത് നമ്മുടെ റിസർച്ചിന്റെ കാലത്തോ നമ്മുടെ ഒരു പൈസക്കകത്തോ അത് നിൽക്കുകയില്ല. അപ്പൊ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഫീസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഒമ്പതാമത്തത് യൂട്ടിലിറ്റി ഉണ്ടായിരിക്കണം. ഐഡന്റിഫൈ ചെയ്ത് പഠിച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിച്ച ഈ സാധനം ഒരു ചെറിയ വിഭാഗത്തിനോ 1-2 പേർക്കോ അല്ല, അത് നാട്ടിലെ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നതാവണം അല്ലെ? അതാണ് യൂട്ടിലിറ്റി. അവസാനത്തതാണ് 10ാമത്തത് സൊല്യൂഷൻ അർജൻസി. ദാറ്റ് മീൻസ് പബ്ലിക് ഇൻട്രസ്റ്റ്. സൊല്യൂഷന്റെ അർജൻസി ഉണ്ട്. ഞാൻ ഈ കണ്ട ഈ പ്രശ്നത്തെ പരിഹരിച്ചിട്ടില്ല എങ്കിൽ, ഉടനെ റിസർച്ച് നടത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്തി പരിഹരിച്ചിട്ടില്ല എങ്കിൽ ഇർറിപ്പയറബിൾ ഡാമേജസ് അല്ലേ? നമുക്ക് പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത കുറെ ഡാമേജുകൾ ഉണ്ടാകും എന്ന ഒരു സൊല്യൂഷൻ അർജൻസി കൂടെ ഈ ആക്ഷൻ റിസർച്ചുകളിൽ, ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൊന്നും അത് കാണുകയില്ല. ഈ ആക്ഷൻ റിസർച്ചുകളിൽ ഒരു സൊല്യൂഷൻ അർജൻസി ഉണ്ടായിരിക്കണം അല്ലെ? അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ, ഒരു പ്രശ്നം ഇല്ലെങ്കിൽ, പിന്നെ ഒരു റിസർച്ച് അയാളുടെ തലപുകഞ്ഞ് ഒരുപാട് പൈസ ചെലവഴിച്ചിട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ സർ. അപ്പൊ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളാണ് നമ്മളിപ്പോ 10 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്പർ 2. ഇനി രണ്ടാമത്തെ
Sir, last 3 points ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ലാസ്റ്റ് 3 points 8, 9, 10. Yes. 8, 9 and 10 അല്ലേ? എട്ടാമത്തത് ഫീസിബിലിറ്റി എന്നാണ്. FEASIBILITY feasibility. That means financial consideration. ഇതിന് നമ്മൾ ചെലവഴിക്കുന്ന ആ ഒരു എമൗണ്ടിന്റെ ഒരു അവസ്ഥ കൂടെ നമ്മൾ ആലോചിക്കണം. ഒമ്പതാമത്തെ യൂട്ടിലിറ്റി, ഉപയുക്തത ഉണ്ടാവണം, അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവണം. 10th one സൊല്യൂഷൻ അർജൻസി, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേ മതിയാകൂ, ഇല്ലെങ്കിൽ നികത്താനാവാത്ത പ്രശ്നങ്ങൾ നീണ്ടുപോകും എന്നൊരു അർജൻസി അതിനകത്ത് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ്. യെസ് അല്ലേ? ഇനി സെവൻത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഏതാ? സെവൻത്ത് വൺ സിഗ്നിഫിക്കൻസ്. അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഇടേണ്ടത് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. ആ വേർഡ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ അത് ഇടണം എന്ന് പറഞ്ഞത്. ഓക്കെ സർ. ഇനി ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2019 ഈവനിങ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഒന്ന് എഴുതിക്കുക ആ ക്വസ്റ്റ്യൻ. The formulation of a research problem can be compared to number one laying the foundation of a building. Number two, building the walls of a home. വീടിന്റെ മതിലുണ്ടാക്കുക. Number three, polishing the doors of a building. So number 2 ഒന്നുകൂടെ പറയോ? Building the walls of a home. മതിൽ of a home. 3, polishing the doors of a building. വാതില് പോളിഷ് ചെയ്യാം. 4th, constructing the ceiling of a house. അതെ, മഞ്ജുവിന് പെട്ടെന്ന് കിട്ടി, ശ്രുതിക്ക് കിട്ടി, വിദ്യ. Sir, laying the foundation of a building. Yes, laying the foundation of a building. അത്ര പിന്നെ ചലഞ്ചിങ് ആണിത് അല്ലേ? അത്ര ഡിഫിക്കൽട്ട് ആണ്. കാര്യം നമ്മൾ മുന്നേ പറഞ്ഞ 10 കാര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം റിസർച്ച് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തെ നമ്മൾ സമീപിക്കാൻ. അപ്പോഴേ ആ സാധനം എടുക്കാൻ പറ്റും. ഇറ്റ്സ് ഹൈലി ഡിഫിക്കൽട്ട് പ്രോബ്ലമായി അല്ലേ? ഇപ്പൊ നമ്മുടെ ബാഗിനകത്ത് പ്രോബ്ലം കിടപ്പുണ്ട്. എന്തൊരു ഭംഗിയാന്നറിയാമോ ആ പ്രോബ്ലത്തെ കാണാൻ? കാരണം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇത് തിരഞ്ഞെടുത്തത് അല്ലെ? ജീവിതത്തിൽ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാൻ ഒരാൾ എത്ര വ്യഗ്രത കാണിച്ചോ? എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് പ്രോബ്ലം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? പ്രോബ്ലം കയ്യിൽ കിട്ടിയതിന് ശേഷം രണ്ടാമതായി ചെയ്യേണ്ട സെക്കൻഡ് ഫേസ്, രണ്ടാമതായി ഇനി നമ്മൾ ചെയ്യേണ്ടത്
review of related literature. Review of related literature. Review of related literature. എന്താ ഇനി ചെയ്യാനുള്ളത്? എന്റെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അല്ലെ ഭൂമിക്കകത്ത്, ഭൂമിയില് എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതെല്ലാം വായിച്ചു തീർക്കുക എന്ന ആ പ്ലാനിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എല്ലാം വായിക്കണം. എന്തൊക്കെ വായിക്കും? ആദ്യം വായിക്കേണ്ടത് റിസർച്ച് സ്റ്റഡീസ്. ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് പഠിക്കണം അല്ലേ? സർ, ലിറ്ററേച്ചർ അപ്രൈസലുമായിട്ട് ഇതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ലിറ്ററേച്ചർ അപ്രൈസലുമായിട്ട് നമുക്ക് ഇത് ഏകദേശം രണ്ടും ഒന്നാണ് കേട്ടോ. ആ ടേം ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പിന്നെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് നമ്മൾ ഇതിന് പറയാറുണ്ട്, കൺസെപ്ച്വൽ അനാലിസിസ് എന്ന് പറയാറുണ്ട്. ആ ഒരു ടേംസിന്റെ ഒരു വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിരയാൻ പോകുമ്പോ ഏറ്റവും കൂടുതൽ എവിടുന്നാണ് കിട്ടുക എന്ന് നോക്കി നടക്കുകയാണെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ഒരാൾ വായിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് സ്റ്റഡീസ് ആണ്. PhD തീസിസ് അല്ലാത്ത പിന്നെ റിസർച്ചിന്റെ ഇതെല്ലാം ഇങ്ങോട്ട് എടുക്കണം. പിന്നെ ജേണൽ ആർട്ടിക്കിൾസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സീരിയസ് റൈറ്റിംഗ്സ് നമുക്ക് കിട്ടുന്നത് ജേണൽ ആർട്ടിക്കിൾസ് ആണ്. വേരിയബിൾ നമ്മൾ ചോദ്യം വേരിയബിൾ കണ്ടെത്തുന്നതിന് മുമ്പുള്ള പിന്നെ ഒരു വായനയുണ്ട്. അഥവാ ഈ പ്രോബ്ലം സ്റ്റേറ്റ് നമ്മള് സിനോപ്സിസ് എഴുതുമ്പോ അതിനകത്ത് ഈ ലിറ്ററേച്ചർ ഒന്ന് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോ അതിന് നമ്മൾ പറയാറുള്ളത്, ഹലോ കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോ ഈ സാറിന്റെ വീഡിയോ ഇതിലൊരു പാർട്ടിസിപ്പന്റ് ചോദിച്ചത് നമ്മൾ ഈ വേരിയബിൾ കണ്ടെത്താൻ വേണ്ടി ഈ ലിറ്ററേച്ചർ വായിക്കുകയില്ലേ എന്നാണ്. വായിക്കും സാർ, പക്ഷെ സാറിനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു പ്രശ്നം പറ്റി. ഒരു സാറിന്റെ വീഡിയോ ഓഫ് ആയെന്ന് തോന്നുന്നു. ഓക്കെ സാർ, റെഡി ആയി. ഓക്കെയാണ്. കയ്യും കാലും ഒക്കെ എവിടെ തട്ടി പോയതാണ്. അപ്പോ വായിക്കും. പക്ഷെ വായിക്കുമ്പോ നമ്മൾ പറയാറുള്ളത് അത് ഈ പെരിഫറൽ റീഡിംഗ് എന്നാ പറയാ, തൊലിപ്പുറത്തുള്ള വായനയാണ്. മുഴുവൻ വായിച്ചിട്ടുണ്ടാവില്ല. അത് ഈ ടൈറ്റിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി, വേരിയബിൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പെരിഫറൽ വായനയായിരിക്കും ഈ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലത്തിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മൈനിങ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോവുക. മുങ്ങിത്താടുക, മൈനിങ് ദ ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ഒരു സാധനം. ദാറ്റ്സ് ആൻ ആർട്ട്. അതൊരു കലയാണ് അല്ലെ? എല്ലാ സ്ഥലത്തും നിറച്ച് പിന്നെ ഇൻഫോർമേഷൻ ഉണ്ട്. എല്ലാം തപ്പി നോക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ പാടായിരിക്കും. പക്ഷെ ഇന്നാലിന്ന സ്ഥലത്ത് ഇത് കിടപ്പുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് തന്നെ പോയി എനിക്ക് വേണ്ടതിന് ഇങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതൊരു റിസർച്ചർക്ക് വേണ്ടതാണ്. വേറെ അവിടെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവസാനം പോയപ്പോ ഒരു ഇച്ചിരി കിട്ടി മടങ്ങാതെ അല്ലെ എന്ത് ചെയ്യണം? കൃത്യ സ്ഥലത്ത് എത്തപ്പെടുന്നതിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയാം. അപ്പൊ ഡാറ്റ മൈനിങ് ആണ് യഥാർത്ഥത്തിൽ ഈ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ നടക്കുന്നത്. ഇതിൽ ചോദിക്കാറുള്ള ചോദ്യം എന്തിനാണ് ഇത് നടത്തുന്നത് എന്നാണ്. എന്തിനാണ് നമ്മൾ ഈ
മുന്നേ ചെയ്ത ആളുകളൊക്കെ ചെയ്തു വെച്ചത് എന്തിനാ ഞാൻ വായിക്കുന്നത് എന്ന് നമുക്കൊക്കെ തോന്നൂലേ അല്ലേ? അപ്പൊ അതിന്റെ റീസൺ ആണ് നമ്മൾ പറയുന്നത്. ഒന്നിങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം പറയാണ്. പക്ഷെ എന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് ഏത് ചോദ്യം വന്നാലും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില വർത്തമാനമാണ് ഇനി പറയുന്നത്. അതായത് ഒന്നാമത്തത്, ടു മേക്ക് എ ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ദ റിസർച്ച് പ്രോബ്ലം അണ്ടർ സ്റ്റഡി. ഞാൻ പഠിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എന്റെ അറിവിന്റെ അതിന്റെ ഡൈമെൻഷൻ, അതിന്റെ ആഴം കൂട്ടുക എന്നാണ്. ആഴം കൂട്ടണം. എന്ന് റിസർച്ചർ എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചുവോ, ദാറ്റ്സ് ദ എൻഡ് ഓഫ് റിസർച്ച്. അതാണ് യഥാർത്ഥത്തിൽ റിസർച്ചിന്റെ എൻഡ് എന്ന് പറയുന്നത്, അല്ലെ? റിസർച്ച് ചെയ്ത് അത് അവസാനിച്ച ആ പോയിന്റിൽ അവിടം വെച്ച് മറ്റൊരു സംശയം തുടങ്ങും. വീണ്ടും ഒരു റിസർച്ച് നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് വേറെ ആൾക്ക് തുടങ്ങാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള അറിവ് പരമമാണ് എന്ന് ധരിക്കരുത്. മറിച്ച് മുമ്പുണ്ടായിരുന്ന, മുമ്പുള്ളവർ പറഞ്ഞ, അല്ലെ, അവർ സ്ഥാപിച്ചു കഴിഞ്ഞ സകലതും എന്റെ അറിവിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. എക്സ്റ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് നോളജ്. അതിങ്ങനെ വലുതാക്കി ഇങ്ങനെ കൊണ്ടുവരണം. കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ, അതിങ്ങനെ വലുതാക്കി കൊണ്ടുവരണം. അത് നടക്കുന്നത് ഇതൊക്കെ വായിക്കുമ്പോഴാണ്. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, ടു പ്രിവെന്റ്, തടയണം. എന്ത് തടയണം? അൺഇൻറ്റൻഷണൽ ഡ്യൂപ്ലിക്കേഷൻ, അറിയാതെ വന്ന ഡ്യൂപ്ലിക്കേഷൻ. ഏതിന്റെ? ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ്. മുന്നേയുള്ള കുറെ ആളുകൾ ഒരുപാട് പ്രയാസപ്പെട്ട് കണ്ടെത്തിയ സാധനത്തെ വീണ്ടും നമ്മൾ അതിന്റെ പിറകെ പോയി അത് തന്നെ സ്ഥാപിച്ചെടുക്കൽ തടയണം. അത് വലുതല്ലേ? To prevent the unintentional duplication of well-established facts. ഏതൊക്കെയോ നല്ല മനുഷ്യന്മാർ അവരുടെ അറിവും കഴിവും ഉപയോഗിച്ച് പഠനം നടത്തിയ അതേ സാധനം വേറെയും ഒരാൾ അതേ പ്രയത്നം എടുക്കുന്നത് തടയാൻ അല്ലേ? അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, റിസർച്ച് റിപ്പോർട്ടിന്റെ ആദ്യത്തെ താളുകൾ, പ്രിലിമിനറി ഭാഗത്ത്, ഞാൻ ഈ ചെയ്തത് ഇതിനു മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരാളും ഒരു കോഴ്സിലും ചെയ്തിട്ടില്ല എന്ന് എഴുതി അടിയിൽ ഒപ്പിട്ട് കൊടുക്കണം. അത് ഭയങ്കര അല്ലേ? അത് നടക്കാൻ പാടില്ല ഒരു സ്ഥലത്ത്. മൂന്നാമത്തതാണ് ടു ട്രേസ്, പിറകെ പോകാൻ. ടു മാപ്പ്, നമ്മളിങ്ങനെ മാപ്പ് ചെയ്തെടുക്കണം. ഇത് ഇന്റലക്ച്വൽ പ്രോഗ്രഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച്. ഞാൻ ഇറങ്ങിത്തിരിച്ച ഈ റിസർച്ചിന്റെ ഇന്റലക്ച്വൽ പ്രോഗ്രഷൻ അതെവിടെ നിന്ന് തുടങ്ങി, അതിന്റെ ദിശയറിഞ്ഞ് അതിന്റെ ഉയർച്ചയും താഴ്ചയും ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ വരെ മാപ്പ് ചെയ്ത് ട്രേസ് ചെയ്തെടുക്കാൻ. സോ ബ്യൂട്ടിഫുൾ അല്ലേ? ട്രേസ് ചെയ്തെടുക്കണം. നമുക്ക് ചോദിച്ചാൽ പറയാൻ കഴിയണം ഇപ്പൊ ഈ റിസർച്ചിന്റെ പ്രസന്റ് സ്റ്റാറ്റസ്, അതിന്റെ മാപ്പിംഗ് നമുക്ക് നടത്താൻ കഴിയണം അല്ലെ? അതെങ്ങനെ വന്ന് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, ആ എവിടെ നിന്നുവോ അവിടെ നിന്നേ നമ്മൾ തുടങ്ങാം അല്ലെ? നാലാമത്തത്, ടു റിവീൽ ദ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ടു ട്രേസ്, ആ ടൈം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ടൈം മാത്രം സർ. ടു ട്രേസ് ദ ഇന്റലക്ച്വൽ പ്രോഗ്രഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് റിസർച്ച് അല്ലേ? അതിങ്ങനെ അതിന്റെ ഭൗതികമായ അതിന്റെ വളർച്ച. ആദ്യം നമുക്ക് ആ പ്രശ്നത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഓരോ റിസർച്ചേഴ്സും അറിവ് ആഡ് ചെയ്ത് ഇപ്പൊ അത് ഇത്ര വരെ എത്തിയിട്ടുണ്ട് എന്ന ആ മാപ്പിംഗ് നടത്താനാണ് നമ്മളിത് ചെയ്യുന്നത്. ഫോർത്ത്, ഈ വേർഡ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോഴേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ വരുന്ന ആ ടേംസ് ആണിത്. ടു റിവീൽ ദ റിസർച്ച് ഗ്യാപ്സ് that exist in
the literature, to reveal the research gap that exists in the literature. ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോ ഒരു റിസർച്ച് ഗ്യാപ്പ് ഞാൻ കണ്ടു. ആ കണ്ട ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനാണ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും എന്റെ സ്റ്റഡി ഈ ലിറ്ററേച്ചറിന്റെ ഗ്യാപ്പ് അടച്ചിരിക്കും. ഒരു ഗ്യാപ്പ് കണ്ടു, ആ ലിറ്ററേച്ചർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഇതിന്റെ പിറകെ പോകുന്നത് അല്ലേ? എന്നിട്ട് എട്ടാമത്തത് സർ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ സെന്റൻസ്? ടു റിവീൽ the research gaps, research in the gaps, വിടവുകൾ, disconnections, gaps that exist in the literature. ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ ഈ ഏരിയയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും എവിടെയും ആരും പറഞ്ഞിട്ടില്ല. ആ പറയാത്ത ഗ്യാപ്പിൽ ഇനി ഞാൻ പറയും. പക്ഷെ അത് പറയണമെങ്കിൽ നമ്മള് ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിരിക്കണം. ഇനി അഞ്ചാമത്തത്, ഫിഫ്ത്ത്, ടു ലൊക്കേറ്റ്. നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കും. ടു ലൊക്കേറ്റ് യുവർ ഓൺ റിസർച്ച്. നമ്മുടെ റിസർച്ചിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ഇപ്പോൾ ഞാൻ വായിച്ച റിസർച്ചിന്റെ പുസ്തകങ്ങളിലെ ഇനി ഞാൻ പറയുന്നത് ഇവിടെ വെക്കും. ഞാൻ ഒരു ഗ്യാപ്പ് ആദ്യം കാണുന്നു, ആ ഗ്യാപ്പിനകത്ത് ഇനി എന്റെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം, ഞാൻ കണ്ടെത്തിയ സാധനം അത് ഇവിടെ വെക്കും. എന്ത് രസമാണത്! കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ റിസർച്ച് ചെയ്ത സാധനം ഒരു 10 വർഷം കഴിഞ്ഞ് ഇതിങ്ങനെ ഡോക്യുമെന്റഡ് ആണ്. റിസർച്ച് ഹിസ്റ്ററി വിൽ റെക്കോർഡ് അസ്. നമ്മളെ റെക്കോർഡ് ചെയ്യും അല്ലെ? ഇതൊക്കെ നമ്മൾ പറയുന്നതേ ഇതിന്റെ റിയാലിറ്റി മാത്രമാണ്. പക്ഷെ പ്രാക്ടിക്കലി ഇതൊന്നും നടക്കാറില്ല. അത് വേറൊരു വശമാണ്. ഇതൊന്നും ചെയ്യാറില്ല. ഒരു പുസ്തകം വായിക്കാറില്ല അല്ലേ? ടൈറ്റില് നമ്മൾ സെലക്ട് ചെയ്യാറില്ല. സൂപ്പർവൈസർ പറയും ഇതിലങ്ങ് ചെയ്തോന്ന്. അതിൽ അറിവുണ്ടാവില്ല, കഴിവുണ്ടാവില്ല അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐഡന്റിഫൈ ചെയ്ത ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോ അതൊക്കെ പഠിക്കണമല്ലോ. പ്രാക്ടീസ് വേറൊന്നാണ്. ഇനി ആറാമത്തേത് പറയാമോ? പറഞ്ഞത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ. ടേംസ് ഒന്ന് പറയൂ. ഫിഫ്ത്ത് വൺ. Fifth one. To locate your own research. To locate your own OWN on research within the context of existing literature. Yes. അഞ്ചാമത്തത് അല്ലെ? അതാണ് പറഞ്ഞത്. ഇനി സിക്സ്ത് വൺ. To identify new ways to interpret prior research. Prior, P-R-I-O-R. Prior research. Sorry, sir. To identify the new ways to interpret. വ്യാഖ്യാനിക്കുക. To interpret prior research with new അല്ലേ? അങ്ങനെയാണ്. റിസർച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ കണ്ടെത്തലുകളെ ഞാനിങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു എഴുത്തുണ്ട്. അത്ഭുതകരമായ ഭംഗി അല്ലേ? ഈ നമ്മുടെ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ഭംഗി കണ്ടുണ്ടല്ലോ, അമേസിങ് ബ്യൂട്ടിയാണ് അതിലുള്ളത്. പക്ഷേ ആ ബ്യൂട്ടി തിരിച്ചറിയണമെങ്കിൽ മുന്നേയുള്ള ആളുകൾ, പഴയ കാലത്തെ റിസർച്ചിന്റെ ആളുകൾ, അവർ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തത് എന്നറിഞ്ഞിട്ട് അതിനേക്കാൾ ഭംഗിയിൽ പുതിയ രീതിയിൽ എനിക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനാവും എന്നറിയണമെങ്കിൽ
മുൻകാലത്തെ റിലേറ്റഡ് ലിറ്ററേച്ചറിലൂടെ നമ്മൾ പോകണം. അപ്പോഴേ അതറിയുള്ളൂ. ഈ യൂറോപ്യന്മാരുടെ റിസർച്ച് സ്റ്റഡി ചില ഇതൊക്കെ നമ്മൾ ഒന്നോ രണ്ടെണ്ണോ ഒന്ന് വായിച്ചു നോക്കണം. അമേസിംഗ്ലി ഇന്റർപ്രറ്റഡ്. യഥാർത്ഥത്തിൽ അവർ പറയുന്ന കാര്യം സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് മനോഹരമായിരിക്കും. ആ മനോഹാരിത കണ്ടെത്താൻ പഴയ കാലത്തേതും ഇനി എങ്ങനെ അതിനെ പുതിയ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് അറിയാനും പഠിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും ഇത് നമ്മെ സഹായിക്കും. അടുത്തത് 8ാമത്തത് സെവൻത്ത് വണ്ണല്ലേ സാർ? അതെ അതെ അതെ. റിസോൾവ് കോൺഫ്ലിക്ട്സ്. റിസോൾവ് കോൺഫ്ലിക്ട്സ് among seemingly contradictory resolve conflicts among seemingly contradictory previous studies. അതെ. അപ്പൊ എന്ത് ചെയ്യണം? എന്താ അതിന്റെ അർത്ഥം? എന്റെ റിസർച്ച് ഏരിയയുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഞാൻ പോയപ്പോ കണ്ടത്, രണ്ട് ഭാഗത്തും റിസർച്ചേഴ്സ് നിൽക്കുന്നു. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റൊരാൾ വേറൊന്ന് പറയുന്നു. കണ്ട മാത്രയിൽ തന്നെ, സീമിംഗ്ലി കണ്ട മാത്രയിൽ തന്നെ ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിൽ പിന്നെ ആ കോൺഫ്ലിക്റ്റ് തീർക്കാൻ ഈ വായന എന്നെ സഹായിക്കും. റിസോൾവ് കോൺഫ്ലിക്ട്സ് എമംഗ് സീമിംഗ്ലി കോൺട്രഡിക്ടറി പ്രീവിയസ് സ്റ്റഡീസ്. അവർ തമ്മിൽ ഒരു ഭിന്നതയുണ്ട്, ഇങ്ങനെയാണ്. പക്ഷെ ആധികാരികമായി ഓതന്റിക് സോൾവിംഗ് ഓഫ് ദ കോൺട്രഡിക്ടറി സ്റ്റഡീസ്. വിഭിന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഈ റിസർച്ചേഴ്സിന്റെ കോൺഫ്ലിക്റ്റ് തീർക്കാൻ നമ്മുടെ ഈ സ്റ്റഡി നമ്മെ സഹായിക്കും, ഈ വായന നമ്മെ സഹായിക്കും. അല്ലേ? 8.1 to locate better methodology to accelerate the research. Sir, can you repeat this? ഏതാ? The 8.1. Yes, 8.1. Resolve conflicts. No, sir, 8.1. Oh, 8.1. To locate better methodology. To locate better methodology to accelerate the research. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരാള് ചോദിച്ചത്, ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് കോൺട്രാഡിക്ടറി ആയി ഒരു സാധനം പറയുന്നു എന്ന് വെച്ചോ, അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അവിടെ, അല്ലേ? ആ കോൺഫ്ലിക്റ്റ് വരുന്നത് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് എന്നതുകൂടെ പറയലാണ്. അവർ ചെയ്തത് തെറ്റെന്നോ ഒരു കൂട്ടർ പറയുന്നത് സത്യമാണെന്ന് പറയലല്ല പുതിയ റിസർച്ചറുടെ പണി. മറിച്ച് അതിങ്ങനെയാവാം ഈ കോൺഫ്ലിക്റ്റ് വന്നത്, അങ്ങനെ പറയാവൂ. കാരണം അന്ന് അവർ ആ ഒരു പ്രത്യേക സാമ്പിളിൽ, ആ ഒരു പ്രത്യേക ജോഗ്രഫിക് പോയിന്റിൽ, ആ ഒരു പ്രത്യേക ക്ലൈമറ്റിലും കാലത്തിലും ചെയ്തപ്പോ അവർ ചെയ്തതെല്ലാം ശരിയാണ്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ കോൺഫ്ലിക്റ്റ് വന്നെങ്കിൽ അത് ഇന്നത് കൊണ്ടായിരിക്കാം എന്നുകൂടെ പുതിയ റിസർച്ചേഴ്സ് പറയണം. അത് അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷെ അത് പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഇങ്ങനെ പഠിക്കണം, എഴുതണം. ഇനി നമ്മൾ 9ാമത്തെ
എട്ടാമത്തെ പറഞ്ഞത് ടു ലൊക്കേറ്റ് ബെറ്റർ മെത്തഡോളജി ടു ആക്സലറേറ്റ് ദ റിസർച്ച്. അല്ലേ? നമ്മളൊരു റിസർച്ച് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ 5 or 6 ചാപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇതില് നമ്മൾ എഴുതിയ റിസർച്ച് പുറത്തേക്ക് ഇത് വാല്യുവേഷനും പോകുമ്പോൾ എയ്തർ എബ്രോഡ് ഓർ വിത്തിൻ ദ നേഷൻ, അകത്തോ പുറത്തോ വാല്യുവേഷന് പോകുമ്പോൾ മിക്കവാറുമുള്ള തിസീസ് ഇവാലുവേറ്റേഴ്സ് ചെയ്യാറുള്ളത് മെത്തഡോളജി മാത്രം വായിച്ചാൽ ഇതിന്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റും. അപ്പൊ മെത്തഡോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. അല്ലെ? എന്താ മെത്തഡോളജി എന്ന് പറയാൻ? ഞാൻ ഉദ്ദേശിച്ച ഈ റിസർച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും നല്ല റിസർച്ച് ചെയ്യാൻ ഏത് വഴിയിലൂടെ ഞാൻ പോകണം, ഏത് മെത്തേഡിലൂടെ ഇത് പൂർത്തീകരിക്കണം എന്ന സാധനമാണ്. ആ മെത്തേഡ് അറിയണമെങ്കിൽ ആദ്യമായി റിസർച്ച് ചെയ്യാൻ പോകുന്നയാൾക്ക് ഏത് വഴിയിലൂടെ പോകണം എന്നറിയില്ല. മുന്നിലും പിന്നിലും ഇടത്തും വലത്തും അവന് വഴിയുണ്ട്. പക്ഷേ ആ പോകേണ്ട വഴി ഇന്ന വഴിയാണ് ഞാൻ പോകേണ്ടത് എന്ന് അയാൾക്ക് അറിയണമെങ്കിൽ മെത്തഡോളജി കണ്ടെത്തി പിന്നെ റിസർച്ച് ആക്സലറേറ്റ് ആണ്, ഭയങ്കര സ്പീഡാണ്. വഴി കണ്ടെത്തിയാൽ പിന്നെ സ്പീഡ് ഉണ്ടാവില്ലേ? വഴി കണ്ടെത്താതെ ഇരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകും. അപ്പൊ മറ്റുള്ളവർ പോയ വഴി ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുമ്പോ എനിക്ക് പോകേണ്ട വഴിയും എന്റെ മുന്നിൽ തെളിയും. പക്ഷെ ആ വഴി തെളിയണമെങ്കിൽ അയാൾ ഈ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഗൗരവത്തിൽ എടുത്തിരിക്കണം. ഇനി 10ാമത്തത് പോയിന്റ് ദ വേ. 9. Ninth one, last one, it's 9th one. Point the way in fulfilling, point the way in fulfilling a need for additional research. അതെ, അതെന്താണ് നോക്കിയ മക്കളെ? വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയോ? ട്രഡീഷണൽ റിസർച്ച് പോയിന്റ് ദ വേ in fulfilling a need for additional research. അപ്പൊ എന്താ അല്ലേ? അതിന്റെ ഒരു പക്ഷേ അവസാനം തേർഡ് ആൻഡ് ഫോർത്ത്. തേർഡ് മീൻ ഒന്ന് പറഞ്ഞിട്ട് പോകാം. തേർഡ്, ടു ട്രേസ് ദ ഇന്റലക്ച്വൽ പ്രോഗ്രഷൻ ഓഫ് ദ ഫീൽഡ് ഓഫ് research. Third one. Fourth one, to reveal the research gaps that exist in the literature. ഇനി അറിയുക, അവസാനം നമ്മൾ പറഞ്ഞത് അത് അവസാനം എഴുതിയത് കൊണ്ടത് അതിന് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മനസ്സിലാക്കരുത്. നമ്മൾ ലിറ്ററേച്ചർ വായിച്ചതിന് ശേഷം നമുക്ക് തോന്നും എന്റെ റിസർച്ചോട് കൂടെ ഈ പറഞ്ഞ വിഷയത്തിന്റെ പൂർണ്ണത സംഭവിക്കും, പിന്നീട് റിസർച്ച് ഉണ്ടാവുകയില്ല. കാര്യം ഞാനൊരു ഫൈനൽ സൊല്യൂഷനുമായി വരും എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് എവിടെയാണോ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകുന്നത്, ആ പ്രശ്നം തീരുന്നത്, അവിടെ ആ പോയിന്റിൽ വെച്ച് ഫ്രോം ദ വെരി സെയിം പോയിന്റ് അടുത്ത പ്രശ്നം ഉദിക്കും. എല്ലാ റിസർച്ചിന്റെയും പ്രശ്നം അതാണ്. നമ്മൾ വലിയ പ്രശ്നമാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെ വെച്ച് പൂർത്തീകരിച്ചുവോ അവിടം വെച്ച് അടുത്ത പ്രശ്നം ഉദിക്കും. അതിൽ നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യണം? നമ്മുടെ തിസീസിലെ റിസർച്ച് തിസീസിലെ അവസാനത്തെ ചാപ്റ്ററിൽ
ഒരു ഭാഗമുണ്ട്, സജഷൻ ഫോർ ഫർദർ റിസർച്ച്. സജഷൻ ഫോർ ഫർദർ റിസർച്ച്. ഇല്ല, എന്റെ പഠനത്തിന് പൂർണ്ണത സംഭവിക്കണമെങ്കിൽ ഇതിന് തുടർച്ച വേണം. നിങ്ങൾ ആരെങ്കിലും ഇത് ഏറ്റെടുക്കണം. അത് ഇങ്ങനെ ഏറ്റെടുക്കണം എന്നൊരാൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിനു മുമ്പേയുള്ള ആളുകൾക്കുണ്ടായ ഈ പ്രശ്നം അല്ലേ, അതെ, ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ പോയിന്റ് ഔട്ട് ചെയ്തതുപോലെ നമുക്കും ഇന്നാലിന്ന ഭാഗത്ത് നിങ്ങൾ തുടർന്ന് ഇതും കൂടെ വേറൊരു റിസർച്ചർ ഇത് ഏറ്റെടുക്കണം എന്ന റിക്വസ്റ്റോടുകൂടെ, ഇൻ എ ബെഗ്ഗിങ് ടോൺ അല്ലെ, ആ ഒരു ബെഗ്ഗിങ് ടോണോടുകൂടെ ഇന്ന ഭാഗത്തെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇനി ഇതിന്റെ തുടർച്ചയിൽ വേറൊരാൾ ഇങ്ങനെ കൂടെ ചെയ്താൽ ഇതൊന്നുകൂടെ നന്നായിരിക്കും എന്ന് പറയണം. അങ്ങനെയൊക്കെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം പിള്ളേരെ? ഇതിലൂടെ പോയിരിക്കണം. ഐ തിങ്ക് ദ ഐഡിയ ഈസ് സോ ക്ലിയർ. ക്ലിയർ ആയോ? Yes. Yes. Yes, sir. Clear, sir. Sir, I have one Ah. doubt. ഈ സജഷൻസ് ഫോർ ഫർദർ റിസർച്ചിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സജഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് അവിടെ ആ റിസർച്ച് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ പറ്റുമോ സർ? അതിനെ തന്നെ പ്രോബ്ലം ആയിട്ട് എടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് വേറൊരു റിസർച്ച് ചെയ്യാൻ പറ്റും, അതിന്റെ തുടർച്ചയിൽ ചെയ്യാൻ പറ്റും. കുറച്ച് ഇപ്പൊ നമ്മൾ മാറ്റങ്ങൾ അറിയേണ്ടത് ചെയ്യാൻ പറ്റും. അതായത് വേറെ ആരും ഏറ്റെടുക്കില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മളെ PDF എന്ന് കേട്ടിട്ടുണ്ടോ? പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്. ഇതിന് നമ്മൾ ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ PhD-യുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും. എക്സ്റ്റൻഷൻ മീൻസ് നമ്മുടെ ഫർദർ റിസർച്ച്, സജഷൻ ഫോർ ഫർദർ റിസർച്ചിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ടീക്കപ്പ് ആയിരിക്കും മിക്കവാറും പേരെടുത്തിട്ടുണ്ടാവുക. വേറൊരു റിസർച്ചർക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ സർ. ഒന്നും രണ്ടും പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഒന്നും 1 and 2. 1 and 2. Yes. To make a deep understanding the research problem under study. രണ്ടാമത്തത്, to prevent unintentional duplication of well-established facts. To prevent unintentional, മനഃപൂർവമല്ലാത്ത, unintentional duplication of well-established facts. Okay, sir. Thank you. PDF എന്താണെന്ന് ഒരു പാർട്ടിസിപ്പന്റ്, ഒരു സ്റ്റുഡന്റ് ചോദിച്ചു അല്ലേ? PDF എന്ന് പറയുന്നത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. അതെ, ഡോക്ടറേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ റിസർച്ച് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കും. യൂണിവേഴ്സിറ്റി അതിന് നമുക്ക് പൈസ തരും. 20,000 മുതൽ 1,00,000 വരെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് പെർ മന്ത്. കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് 20,000 രൂപയാണ്. അപ്പോ റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി PDF എന്നൊരു ടേം സാറ് എന്തോ പറഞ്ഞിരുന്നു, PDF അങ്ങനെ എന്തോ ഒരു ടേം. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. ഓക്കെ സർ. കേട്ടോ, PDF. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. അപ്പൊ നമ്മൾ എന്തോ മക്കളെ ആദ്യം പറഞ്ഞ വളരെ കെയർഫുൾ ആയി ഞാനൊരു പ്രശ്നത്തെ പിടിച്ച് ചാക്കിലാക്കി അല്ലെ, കയ്യിൽ പിടിച്ച് ചാടാതെ പിടിച്ച് നിൽക്കണം. അതിനുശേഷം ഈ കയ്യിലുള്ള ഈ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ഞാൻ വീണ്ടും ഇതോടൊപ്പം കീശയിലാക്കി. ഈ ബാഗിലേക്ക് വീണ്ടും ഞാനിത് എന്നിട്ട് കെട്ടിവെക്കാൻ അല്ലെ. ഇനിയാണ് റിസർച്ചിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. അതിനെയാണ് ഹൈപ്പോതെസിസ്.
നിഗമനങ്ങളുടെ രൂപീകരണം. ഹൈപ്പോത്തസിസ്, അതിന്റെ ഫോർമുലേഷൻ. നിഗമനം, നിഗമനങ്ങളുടെ അല്ലെ ഫോർമുലേഷൻ. അതെങ്ങനെയാണ്? ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ആ വാക്കൊക്കെ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയവര് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ, കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിതാ ഇപ്പൊ അത് കൃത്യമായിട്ട് അത് പഠിക്കും. ഈ ഭാഗത്ത് നിന്ന് 2019 വന്ന ഒരു ചോദ്യമാണ് ഇനി നമ്മൾ എഴുതുന്നത്. എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ ഉത്തരം കിട്ടിയത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഹൈപ്പോത്തസിസിലേക്ക് പോകും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കും. A hypothesis is number one, a certain and established finding. A certain and established finding. Established finding, കണ്ടെത്തൽ, finding. Number two, a part of research question. A part of research question. Number three, a strategy of evaluating data, data. Number four, a tentative statement. Providing an explanation. അല്ലേ? അമ്പലി പറഞ്ഞു ഡി ആണ് അല്ലേ? യെസ്. നിസ്തുല, ലീന ജോർജ്, യശ്വന്തന, ഇവരെല്ലാം പറയുന്നു ഡി ആണെന്ന് അല്ലേ? അതെ. അപ്പൊ സംഗതി നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ആ ഉത്തരം കിട്ടാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ഹൈപ്പോത്തിസിസിനെ ഡിഫൈൻ ചെയ്യുന്ന ഡീപ്പ് ഡെഫിനിഷൻസിലെ ചില പ്രയോഗമാണ് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയത് അല്ലേ? എന്താ ഹൈപ്പോത്തിസിസ് എന്ന് ചോദിച്ചാൽ, എന്റെ പ്രോബ്ലം എന്റെ കയ്യിൽ കിട്ടി, അതുമായി ബന്ധപ്പെട്ട സകല അറിവുകളും ഞാൻ ക്രോഡീകരിച്ച് എന്റെ കയ്യിൽ വെച്ചതിന് ശേഷം ഞാനൊരു നിഗമനം പറയും. അത് തെറ്റോ ശരിയോ എന്നത് പ്രശ്നമേ അല്ല. അത് എന്റെ മനസ്സിന്റെ തോന്നലാണ്, ഒരു തോന്നൽ. ആ തോന്നൽ ശരിയാണോ അല്ലേ എന്ന് തെളിയിക്കലാണ് എന്റെ പണി അല്ലേ? അതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഞാൻ റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ നിഗമനത്തെ ഞാൻ മനസ്സിൽ കണ്ടത് ശരിയാണോ അല്ലേ എന്ന് സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറയുന്നത്. ആകെയുള്ള പണി അതാ, ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ്. നീ ഇത് തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ കണ്ട ആ സാധനം ശരിയോ തെറ്റോ, അത് ശാസ്ത്രീയമായി തെളിയിക്കലാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇപ്പൊ ഇങ്ങനെ ഞാൻ പറയാണ്, ഒരു ഉദാഹരണം പറയാണ്. എന്താ? ഇങ്ങനെ
teachers' attitude towards inclusive education is negative. നമ്മൾ റിസർച്ച് തുടങ്ങാൻ വേണ്ടി സൂപ്പർവൈസറുടെ മുന്നിൽ പോകുമ്പോൾ ഒബ്ജക്റ്റീവ്സും ഹൈപ്പോത്തസിസും റെഡിയാണോ എന്ന് ചോദിക്കാം. ആദ്യം അതാ ചോദിക്കാം, അല്ലെ? ഹൈപ്പോത്തസിസും ഒബ്ജക്റ്റീവ്സും റെഡിയാണോ? റെഡിയാണ്. അത് റെഡിയായെങ്കിലല്ലേ പണി തുടങ്ങാൻ പറ്റൂ. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ലക്ഷ്യങ്ങളും നിഗമനങ്ങളും. ഇത് രണ്ടും രണ്ട് കീശയിലാക്കി പോണം, അല്ലെ? ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യണം. അപ്പൊ എന്താണ് ഇങ്ങനെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഹൈപ്പോത്തസിസ് എന്ന് എഴുതിയിട്ട് മനസ്സിൽ തോന്നിയ നിഗമനങ്ങളെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കണം. ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതെന്റെ ഒരു നിഗമനമാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ടീച്ചേഴ്സ് ടുവേർഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് നെഗറ്റീവ്. തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് കിട്ടിയൊരു ധാരണയാണ്. അത് ശരിയാണോ അല്ലേന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. റിസർച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റും, അല്ലേ? അപ്പൊ എന്തായി? സങ്കുലിത വിദ്യാഭ്യാസം. കണ്ണില്ലാത്ത കുഞ്ഞിനെയും ചെവി കേൾക്കാത്ത കുഞ്ഞിനെയും നടക്കാൻ വയ്യാത്ത കുഞ്ഞിനെയും ഒക്കെ ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുക എന്ന ഈ പുതിയ വ്യവസ്ഥയോട് അധ്യാപക സമൂഹത്തിന്റെ മനോഭാവം നെഗറ്റീവാണ്. ഇത് ഞാൻ പറയുമ്പോ അധ്യാപകർ ഒരിക്കലും അതിൽ ദേഷ്യപ്പെടണ്ട. ഇറ്റ്സ് മൈ ഹൈപ്പോത്തസിസ്, ഐ ആം ഗോയിങ് ടു ടെസ്റ്റ്. അതെന്റെ നിഗമനമാണ്, അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് പറയും, പിന്നെ രണ്ടാമത് പറയാണ്, എന്റെ ഫീമെയിൽ ടീച്ചേഴ്സ് ഹാവ് മോർ ആറ്റിറ്റ്യൂഡ് ദാൻ ദ ഫീമെയിൽ ടീച്ചേഴ്സ്, അല്ലെ? അങ്ങനത്തെ തെറ്റി പറഞ്ഞു. The attitude of female teachers is better than the male teachers. അങ്ങനെ ഞാൻ പറയാണ്. എനിക്കിത് വായിച്ചപ്പോ കിട്ടിയത് അങ്ങനെയാണ്, മനസ്സിലായത് അങ്ങനെയാണ്. ഈ കണ്ണും കായലൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ ഇരുത്തുന്നതിനോട് പെൺ ടീച്ചർമാർക്കാണ് നല്ല ആറ്റിറ്റ്യൂഡ് ആണുങ്ങളെക്കാൾ. കാരണം ഇങ്ങനത്തെ കുട്ടികളെ നോക്കാനൊക്കെ വലിയ പാടാണ്. അത് പേഷ്യൻസ് വേണ്ട സാധനമാണ്. അത് സ്ത്രീകൾക്കല്ലേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് ശരിയാണോ അല്ലേ എന്നുള്ളത് പിന്നീട് പറയും. ഇങ്ങനെ അല്ലേ, ഞാൻ എന്റെ റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഷാർപ്പായ, വളരെ പ്രിസൈസായ ചില നിഗമനങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്താൽ അതിന്റെ പൂർത്തീകരണം നടക്കുമ്പോൾ എന്റെ റിസർച്ച് പൂർത്തിയായി. അത്തരം നിഗമനത്തെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഹൈപ്പോത്തസിസിന്റെ ഡീപ്പ് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ മുകളിൽ എഴുതിയ ആ ചോദ്യത്തിലും ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നതാണ് നമുക്ക് ഉത്തരം പിടിക്കാനുള്ള മാർഗം. ബാക്കിയുള്ളത് പൂർണ്ണമായും തെറ്റാണ്, അതിന്റെ ആശയമേ തെറ്റാണ്. പക്ഷേ നോക്കൂ, എ സർട്ടൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഫൈൻഡിങ്. നോ, ഒരിക്കലും ഞാൻ കണ്ടുപിടിച്ച കൃത്യമായ ഒരു കണ്ടെത്തലല്ല നിഗമനം, അല്ലെ? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ഫൈൻഡിങ് അല്ല, അതൊരു a part of a research question. It's a misleading answer. It's a misleading answer. റിസർച്ച് ക്വസ്റ്റ്യനും ഹൈപ്പോത്തസിസുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും ഇത് ഉത്തരത്തിൽ നമ്മുടെ മിസ്ലീഡ് ചെയ്യാനുള്ള സംഗതിയാണ്. എ സ്ട്രാറ്റജി ഓഫ് ഈവാലുവേറ്റിംഗ് ഡാറ്റ. ഡാറ്റ ഈവാലുവേഷൻ എന്ന് പറയുന്ന സാധനം അത് സ്റ്റാറ്റിസ്റ്റിക്കലായ ടേമാണ്. അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുമായി ഉപയോഗിക്കുന്ന ചില ടേംസ് മനസ്സിലാക്കണം. അതാണ് ഇനി പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ അണ്ടർലൈൻ ചെയ്ത് ഇനി പറയുന്ന ആ യൂസേജ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം. നമ്പർ 1, a tentative statement or explanation, that is hypothesis. A tentative statement, താൽക്കാലികമായ ഒരു പ്രസ്താവന.
or explanation. താൽക്കാലികമായ ഒരു വിവരണം. A tentative statement or explanation. ഇതാണ് hypothesis. Number 2, a shrewd assumption. Shrewd, SHREWD, a shrewd assumption, കൂർമ്മയുള്ള ഒരു തോന്നൽ. A shrewd assumption. അതാണ് a shrewd assumption. കേട്ടില്ലേ മോനെ? കേട്ടാ? Assumption, ASSUMPTION, assumption. സർ അതിന് മുമ്പുള്ള shrewd എന്നാണോ? Shrewd, SHREWD, shrewd. Shrewd assumption. Number 3, a supposition. A supposition, SUPPOSITION, supposition. ഒരു ഊഹം, a supposition, or proposed explanation. Proposed explanation. Proposed explanation. ഇതാണ് hypothesis. Number 4, starting point of research or investigation. അല്ലേ? റിസർച്ചിന്റെ വിസിലടിക്കുന്നത് അവിടുന്ന്, ഹൈപ്പോത്തസിസിൽ നിന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് research or investigation. അല്ലേ? Yes. 5th one, assumption. ഒരു ഊഹം, made for the sake of argument. വെറും ഒരു വാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഊഹം. Number 6, an educated prediction. ഒരു പഠിച്ച പ്രവചനം. An educated prediction or guess, അല്ലെങ്കിൽ ഒരു പഠിച്ച ഊഹം. That can be tested. അത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. That can be tested. Number 7, a proposed explanation for a phenomenon. PHENOMENON, phenomenon. Then the last, സർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. a proposed explanation for a phenomenon. Number 8, a possible outcome of the research. Possible outcome of the research. അല്ലേ? ഈ ഏത് പ്രയോഗവും, 4th one,
starting point of the research or investigation. അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ചത് ലാസ്റ്റ് a possible outcome of the research. എന്റെ ഗവേഷണത്തിന്റെ സാധ്യതയുള്ള അല്ലെ ഒരു ഔട്ട്കം, അതിന്റെ അവസാനത്തെ ഗുണമാണത്. ഏതിന്റെ സ്പെല്ലിംഗ് മക്കളെ കേട്ടില്ല? ഫിഫ്താ. ഇനി ഏതാ കേൾക്കേണ്ടത്? ലാസ്റ്റ് വൺ, എ പോസിബിൾ ഔട്ട്കം ഓഫ് ദ റിസർച്ച്. Yes, a possible outcome of the research. Yes. Fifth one, assumption made for the sake of SAKE. Yes. ഒന്നാമത്തത് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഒരു താൽക്കാലികമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർ എക്സ്പ്ലനേഷൻ, ഒരു വിവരണം. താൽക്കാലികമായി റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ വായനയിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് ശാസ്ത്രീയമായി നമ്മൾ തെളിയിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ പറയും ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈസ് ആക്സെപ്റ്റഡ്, അല്ലെങ്കിൽ പറയും ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈസ് റിജക്റ്റഡ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് ശരി വച്ചിരിക്കുന്നു, ഞാൻ ആദ്യം പറഞ്ഞ നിഗമനമില്ലേ അത് റിജക്ട് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പറയും അല്ലേ? അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിനെ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, വെദർ ദ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. ഒരു നിഗമനം ആദ്യമേ കുറച്ച് കണ്ടുപിടിച്ച് അത് ടെസ്റ്റ് ചെയ്യപ്പെടുക. അത് വളരെ കെയർഫുൾ ആയി അൺഎഡ്യൂക്കേറ്റഡ് ഗസ് എന്നാ പറയുന്നത്. വെറുതെ അങ്ങോട്ട് വെറുതെ, പക്ഷെ അത് പഠിച്ചിട്ടാവണം അല്ലേ? ഒരു 5 6 ഒക്കെ ഒന്നാവാം, ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. തേർഡ് വൺ എന്ന് പറയുന്നത് എ സപ്പോസിഷൻ ഓർ പ്രൊപ്പോസ്ഡ് എക്സ്പ്ലനേഷൻ. തേർഡ് വൺ എ സപ്പോസിഷൻ or proposed explanation. അപ്പൊ ഹൈപ്പോത്തസിസ് ഇപ്പൊ നമ്മൾ എഴുതിയ ഈ 8 യൂസേജ് second one sir details second one assumption. രണ്ടാമത്താണ് പറയുന്നത് shrewd, 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 കൂർമ്മയുള്ള ഒരു തോന്നൽ. എന്റെ തോന്നൽ അങ്ങനെയാ, ഷാർപ്പായ ഒരു തോന്നൽ. യെസ്. അപ്പൊ നമ്മളിപ്പോ ഈ 8 എണ്ണം എഴുതിയത് എന്താന്ന് വെച്ചാല് ഈ ലാസ്റ്റ് വൺ എ പോസിബിൾ ഔട്ട്കം ഓഫ് ദ റിസർച്ച്. A possible outcome of the research. Yes. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ എഴുതിയ ഈ 8 പിന്നെ ടേംസ് ഉണ്ടല്ലോ, 8 പോയിന്റ് ആയിട്ട് എഴുതിയ ടേംസ്, ഇതെല്ലാം ഹൈപ്പോത്തിസിന്റെ ഹൈ ഡെഫിനിഷനിലെ ചില പ്രയോഗങ്ങളാണ്. ഇതൊന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ഊഹത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തത് ഒരു ചോദ്യം അല്ലേ, ഒരു UGC ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഹൈപ്പോത്തിസുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യം, അതെവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് അറിയാനാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി നോക്കുന്നത്. ഒന്ന് എഴുതിക്കേ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ മക്കളെ? പറ. നമ്മൾ ഈ ഓൺലൈൻ ആയതുകൊണ്ടേ ഇല്ല സാർ, നെറ്റ് കിട്ടിയാ മതി ഞങ്ങൾക്ക്. അത് കിട്ടുന്നേ, അത് കിട്ടാതെ എവിടെ പോവാൻ? നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്.
കിട്ടും കിട്ടും കേട്ടോ. നമ്മളിപ്പോ ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ തമാശ ഒക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് നല്ല രസമായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റിയില്. പക്ഷെ എല്ലാവർക്കും നഷ്ടം നൽകിയ ഒരു കാലമല്ലേ. അല്ല സാറേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല സാറേ. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എറണാകുളത്തോ മറ്റുള്ളവർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് സാറേ ഇങ്ങനെ വന്നത്. ശരിയാ ശരിയാ. അതെ അതെ അതെ. അപ്പൊ നമുക്കൊരു ചോദ്യം എഴുതാം കേട്ടോ. ഹൈപ്പോത്തിസിസ് cannot be stated. Hypothesis cannot be stated. Cannot be stated in stated in A. Answer പറയാണ്. A. Null, N-U-L-L, null and question form terms. Question form terms. Null and question form terms. Number 2. അഥവാ B. Declarative terms. Declarative terms. C. General terms. General terms. General terms. D. Directional terms. Directional terms. Directional terms. D-I-R-E-C-T-I-O-N-A-L. Directional terms. D ആണോ സർ? അതെ, directional terms. അല്ല, ഉത്തരം അതല്ല. അതായത് ഇതെന്താണ് ചോദ്യം? ഹൈപ്പോതെസിസ് ഡിക്ലറേറ്റീവ് ടേംസ്. ഡിക്ലറേറ്റീവ് ടേംസ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ ഉത്തരം. ബി. അശ്വതി പറയുന്നു ബി എന്ന്, നിസ്തുല പറയുന്നു ബി എന്ന്. അതെ, ഇതിന്റെ ഉത്തരം ഇനി നിങ്ങൾ പറയും. എപ്പോഴാണ് ഇത് ഉത്തരം? നമുക്കിപ്പോ പറയണ്ട, ഇനി ഒരു കാര്യം പഠിച്ചിട്ട് നമ്മൾ പറയും. ഇതിപ്പോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹൈപ്പോതെസിസ് ഈ കോലത്തിൽ എഴുതിക്കൂടാ എന്നാണ്. ഹൈപ്പോതെസിസ് ഈ കോലത്തിൽ എഴുതിക്കൂടാ. എങ്ങനെ എഴുതിക്കൂടാ? നൾ ആൻഡ് ക്വസ്റ്റ്യൻ ഫോമിൽ എഴുതാൻ പാടില്ല, ഡിക്ലറേറ്റീവ് ടേംസിൽ എഴുതാൻ പാടില്ല, ജനറൽ ടേംസിൽ എഴുതാൻ പാടില്ല, ഡിറക്ഷണൽ ടേംസിൽ എഴുതാൻ പാടില്ല. പക്ഷേ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഹൈപ്പോതെസിസ് എഴുതാം എന്ന് നമ്മൾ പഠിക്കണം. അപ്പോഴേ അത് അറിയാൻ പറ്റും, അല്ലേ? അപ്പൊ നമ്മൾ ഇനി പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് എഴുതാം? A and S. അപ്പൊ നമ്മൾ ചോദ്യം എഴുതിയത് ഓർമ്മ ഉണ്ടാവും. ഹൈപ്പോതെസിസ് cannot be stated in A. Null and question form terms. Number 2, declarative terms. C. General terms. D. Directional terms. ഇനി ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഹൈപ്പോതെസിസ് പഠിക്കണം, അല്ലേ? അതെ, ഏതാണ്? ഒന്ന്, ഹൈപ്പോതെസിസിന്റെ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സിമ്പിൾ ഹൈപ്പോതെസിസ്. അപ്പൊ ഹൈപ്പോതെസിസ് എങ്ങനെ എഴുതാം? സിമ്പിൾ ടേംസ്. ഹൈപ്പോതെസിസിന്റെ വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ. ഹൈപ്പോതെസിസ്, ഒന്നാമത്തെ ഹൈപ്പോതെസിസ് ടൈപ്പ് സിമ്പിൾ ഹൈപ്പോതെസിസ്. സിമ്പിൾ ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാല്, അല്ലേ, രണ്ട് വേരിയബിളിന്റെ
റിലേഷൻഷിപ്പ് മാത്രം പറയും. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. വെരി സിമ്പിൾ. രണ്ടെണ്ണത്തിന്റെ റിലേഷൻഷിപ്പ്. സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നു അല്ലെ? ഇതാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഒന്നും കൺഫ്യൂഷൻ ആവരുത്. വെറുതെ ഒരു ഡിക്ലറേഷൻ, സിമ്പിൾ. രണ്ടാമത്തതാണ് നേരെ സിമ്പിൾ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒന്നും, സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. അത് സിമ്പിൾ ആണ്. ഇനി അത് തന്നെ കുറച്ചുകൂടെ വലുതാക്കിയാൽ, ഒന്ന് കോംപ്ലക്സ് ആക്കിയാൽ എങ്ങനെയായിരിക്കും? സ്മോക്കിംഗ് ആൻഡ് അതർ ഡ്രഗ്സ്. സ്മോക്കിങ്ങും അതുപോലത്തെ മറ്റേതൊക്കെ ലീഡ്സ് ടു ക്യാൻസർ, ചെസ്റ്റ് പെയിൻ ആൻഡ് ടെൻഷൻ. രണ്ട് ഭാഗത്തും ഒന്നുകൂടെ കൂടിച്ചേർത്തു. അപ്പൊ എന്തായി? അത് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ആയി. ഒരു നിഗമനമാണ്. ഒന്ന് സിമ്പിൾ, രണ്ടാമത്തത് കോംപ്ലക്സ്. മൂന്നാമത്തതാണ് empirical or working hypothesis. Empirical or working hypothesis. അത് കേട്ടാൽ തന്നെ അറിയാം, വർക്കിംഗ് ഹൈപ്പോത്തസിസ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, a hypothesis that can be tested using observation or experiment. എക്സ്പെരിമെന്റോ ഒബ്സർവേഷനോ ഇല്ലേ നടത്തുമ്പോ മാത്രം നമ്മൾ എത്തുന്ന നിഗമനം. മുന്നേ പറ്റൂല. നടത്തിക്കൊണ്ടിരിക്കെ അത് വരൂല. എക്സ്പെരിമെന്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, ഒബ്സർവേഷനിൽ നടന്നുകൊണ്ടിരിക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നിഗമനങ്ങളാണ് വർക്കിംഗ് ഓർ empirical hypothesis. നാലാമത്തത് hypothesis that can be tested using observation and experiment. Yes. അടുത്തതാണ് ഒബ്സർവേഷൻ ആൻഡ് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞാൽ വളരെ നന്നായി. യെസ്, ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് വാറണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എത്ര വേണേലും ചോദിക്കാം. എ ഹൈപ്പോത്തസിസ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് എളുപ്പമുണ്ട്. സിമ്പിൾ, കോംപ്ലക്സ്, എംപെരിക്കൽ അല്ലെ, ഓർ വർക്കിംഗ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഫോം ഹൈപ്പോത്തസിസ്. ക്വസ്റ്റ്യൻ ഫോം ഹൈപ്പോത്തസിസ്. എംപെരിക്കൽ ആൻഡ് അതിനൊരു ഉദാഹരണം കിട്ടുമോ? എംപെരിക്കൽ അല്ലെ, അത് നമ്മൾ ING ഫോമിലായിരിക്കും ഉപയോഗിക്കുക. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ സയന്റിഫിക്കൽ ആയിട്ടുള്ള മിക്കവാറുമുള്ള ഈ റിസർച്ചുകളിലെല്ലാം മുന്നേ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. കാരണം മുന്നേ അങ്ങനെ ഒരു ടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പൊ നടത്തിക്കൊണ്ടിരിക്കുക ഒരു നിഗമനത്തിൽ എത്തും. അതായത് ഇപ്പോ ഇന്ന സാധനം ഇതിലേക്ക് ആഡ് ചെയ്താൽ അത് ഇന്ന റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അപ്പോൾ അയാൾ ഒരു നിഗമനത്തിലെത്താം അല്ലെ. when the salt is added into the water, the density of the water will be ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ആകൂല, അല്ലെങ്കിൽ ഈ കളറും കൂടെ ചേർന്നാൽ ഇന്നതാകും
എന്ന് വ്യത്യാസത മാത്രമേ ഉള്ളൂ ഈ ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ എത്തുന്ന നിഗമനം. നാലാമത്തത് നാലാമത്തല്ലേ? അതെ ക്വസ്റ്റ്യൻ ഫോം. എന്റെ നിഗമനത്തെ ചോദ്യ രൂപത്തിലാക്കുക. മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഹൈപ്പോത്തസിസ് ക്വസ്റ്റ്യൻ ഫോമിൽ വരാൻ പറ്റൂല എന്നാണ്. പറ്റും, ക്വസ്റ്റ്യൻ ഫോമിൽ വരും അല്ലെ? എന്റെ നിഗമനത്തെ ചോദ്യ രൂപത്തിലാക്കുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ മതി അല്ലെ? സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ. എന്റെ നിഗമനത്തെ ഞാൻ അവസാനം ക്വസ്റ്റ്യൻ ഫോമിലാക്കിയാലും, കാരണം എനിക്ക് തന്നെ അക്കാര്യത്തിൽ സംശയമുണ്ട്. എന്റെ നിഗമനത്തിൽ എനിക്ക് സംശയമുണ്ട് അല്ലേ? അങ്ങനെ, അല്ലെങ്കിൽ ഹൗ ദ എബിലിറ്റി ഓഫ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് മോറൽ വാല്യൂസ്. അവരെങ്ങനെ മോറൽ വാല്യൂ പഠിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിവുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യ രൂപത്തിൽ ചോദിക്കാം നമുക്ക് ഹൈപ്പോത്തസിസിനെ. ക്വസ്റ്റ്യൻ ഫോം ഹൈപ്പോത്തസിസ്. ക്വസ്റ്റ്യൻ ഫോം ഹൈപ്പോത്തസിസ് അതിന്റെ ഡെഫിനിഷൻ ഒന്നും നമ്മൾ പഠിക്കണമെന്നില്ല. കാര്യം നമുക്ക് മനസ്സിലായാൽ മതി. അങ്ങനെ ചോദിക്കാം. എന്റെ നിഗമനത്തെ നമുക്ക് ഹൈപ്പോത്തസിസ് നമുക്ക് ക്വസ്റ്റ്യൻ ഫോമിലും ചോദിക്കാം. അടുത്തതാണ് നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് മിക്കവാറുമുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസിന്റെ ഫോമാണ് നൾ ഹൈപ്പോത്തസിസ് അല്ലേ? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നൾ എന്ന് പറഞ്ഞാൽ നോ എന്നല്ലേ അർത്ഥം? നെഗേറ്റ് ചെയ്യണം. നോ എന്ന വാക്ക് അതിലുണ്ടാകും. There is no difference between male and females in their attitude towards WhatsApp. വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ ആണും പെണ്ണും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ നെഗറ്റീവ് ഫോമിൽ പറയുന്നതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം അല്ലേ? ആ വാക്കില് നോ എന്നൊരു വാക്കുണ്ടാവും ആ ഹൈപ്പോത്തസിസ്. അല്ലെങ്കിൽ അതിന്റെ സെൻസ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് നെഗറ്റീവ്. അതിനകത്ത് നോ എന്നില്ല, പക്ഷെ അതിന്റെ എൻഡിൽ അതിന്റെ സെൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് നൾ ഹൈപ്പോത്തസിസ് ആണ്. സെൻസോ അതല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറോ നോ എന്നായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നൾ ഹൈപ്പോത്തസിസ്. മിക്കവാറുമുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്ന എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഹൈപ്പോത്തസിസ്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് മലയാളികൾക്ക് ഒരു കുഴപ്പമുള്ളത് അല്ലേ? അതായത് ട്രഡീഷണലി വെൽ ട്രോഡൻ പാത്ത്, പരമ്പരാഗതമായി നമ്മൾ ശീലിച്ച ഒരു വഴിയിൽ നിന്ന് ഒരല്പം പോലും തെറ്റില്ല. വെൽ ട്രോഡൻ പാത്ത് ഓഫ് റിസർച്ച്, പഴയകാലമായി ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റിസർച്ചിന്റെ വഴിയിലൂടെ നിന്നും ഒരല്പം അവർ മാറുകയില്ല. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആ സിസ്റ്റം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വർക്കിംഗ് ഹൈപ്പോത്തസിസ് പഠിച്ചു. അഥവാ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കെ റിസർച്ചർ എത്തിയ നിഗമനം, അത് തെറ്റിയപ്പോ അതിന്റെ സ്ഥാനത്ത് വേറൊന്നും വെച്ചു. അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. സർ ഒരു ഡൗട്ട് സർ, എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടത്തുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് എംപിരിക്കൽ, അതോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹൈപ്പോത്തസിസ് ആണ്? അല്ല, നമ്മൾ മനസ്സിലാക്കണം, എക്സ്പെരിമെന്റൽ റിസർച്ചിന് ഹൈപ്പോത്തസിസ് മുന്നേ ഫോം ചെയ്യൂല. ഇന്ന റിസർച്ച് നടത്തിയാൽ
ഇതായിരിക്കും ഉത്തരം എന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞാൽ പിന്നീട് ആ റിസർച്ചിന് വാലിഡിറ്റി ഇല്ല. സർ സോറി സർ, എനിക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് കേൾക്കാൻ പറ്റിയില്ല, ബ്രേക്ക് ആയി. വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റോ ഒബ്സർവേഷൻ നടന്നുകൊണ്ടിരിക്കെ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു നിഗമനത്തിലെത്തും, തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴാണ് നിഗമനത്തിലെത്തുന്നത്. പക്ഷേ if a working hypothesis proved wrong, നമ്മളത് കുറച്ച് മുന്നോട്ട് പോയപ്പോ എന്റെ നിഗമനത്തെ തെറ്റി എന്ന് വിചാരിക്കാം. Another hypothesis is formulated to generate the desired result. പുതിയ റിസൾട്ടിലേക്ക് എത്തപ്പെടാൻ അയാൾ പുതിയൊരു നിഗമനം മറ്റതിനെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. സർ, ഈ നൾ ഹൈപ്പോത്തസിസിന് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോക്കോ? നൾ ഹൈപ്പോത്തസിസിന് ഒരു ആൾട്ടർനേറ്റീവ്, അതായത് നെഗറ്റീവ് ഫോമും ഒരു പോസിറ്റീവ് ഫോമും ആയിട്ട് അങ്ങനെ അപ്പോഴാണല്ലോ റോങ് ആവുന്നത്, അപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അത് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വർക്ക് ഈ എംപെരിക്കൽ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് ആയിട്ടും വെക്കാം, അതിന് കുഴപ്പമില്ല. സർ, അപ്പൊ ഈ നൾ ഹൈപ്പോത്തസിസില് നമ്മളിപ്പോ വേരിയബിൾസ് എടുക്കുവാണെങ്കിൽ അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നാണോ? യെസ്, നോക്കിയോ. എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ a hypothesis that express no relationship between the variables and negates the relationship between the variables is called null hypothesis. It negates the relationship between the variables. രണ്ട് വേരിയബിൾ തമ്മിലുള്ളതിനെ നെഗേറ്റ് ചെയ്യാനാണ്. സർ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമ്മള് null hypothesis ഉപയോഗിക്കുന്നത്. A hypothesis that expresses no relationship between the variables is called null hypothesis. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി അടുത്തത് ലോജിക്കൽ ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ: if a working hypothesis proved wrong or rejected another hypothesis is formulated to generate the desired result. The desired result is known as alternative hypothesis. അടുത്തത് ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ലോജിക്കൽ
ലോജിക്കൽ ഹൈപ്പോത്തസിസ്. ലോജിക്കൽ ഹൈപ്പോത്തസിസ്. അതെ, ആ വാക്കിൽ തന്നെ അത് അറിയും. സിഗ്നൽസ് വാട്ട് ഇറ്റ് ഈസ്. എന്താണത്? ലോജിക്ക് വെച്ച് വെരിഫൈ ചെയ്തെടുക്കാൻ, സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന hypothesis. A hypothesis that can be verified logically is known as logical hypothesis. അല്ലേ? ലോജിക്ക് വെച്ച് മാത്രം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഹൈപ്പോത്തസിസ്. അതൊരു ഡാറ്റ വെച്ചോ ഒന്നും നമുക്ക് പറ്റില്ല. അതൊരു ലോജിക്ക് വെച്ച് അങ്ങ് സ്ഥാപിക്കാതെ ചെയ്യാം. A hypothesis that can be verified logically is known as logical hypothesis. ഈ ഹിസ്റ്റോറിക്കൽ ആയ പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചുകൾ കേട്ടിട്ടില്ലേ? അതിനകത്തൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് പറയാം വേണോ? ലോജിക്കൽ ഹൈപ്പോത്തസിസ്. സർ ബ്രേക്കായാണ് കേൾക്കുന്നത്. എനിക്ക് മാത്രമാണ് ആ പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല. ബ്രേക്ക് ആവുന്നുണ്ട്. മനസ്സിലായോ? നല്ല പ്രശ്നമുണ്ട്. ഇപ്പൊ ഓക്കെയാണോ മക്കളെ? നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. ലോജിക്കൽ ഹൈപ്പോത്തസിസ് ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ഡെഫിനിഷൻ ഹിസ്റ്റോറിക്കൽ റിസർച്ചുകളിലാണ് നമ്മള് ഏതാ ലോജിക്കൽ ഹൈപ്പോത്തസിന്റെ ഡെഫിനിഷനാണ് പറയുന്നത്. A hypothesis that can be verified logically. That can be verified logically is known as logical hypothesis. Logical hypothesis. ദീപ, നെൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നെഗേറ്റ് ചെയ്യുന്ന, ഇല്ലെന്ന് പറയുന്ന പിന്നെ ഹൈപ്പോത്തസിസ് ആണ് നെൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. യെസ് ഇനി ലോജിക്കൽ ഹൈപ്പോത്തസിസ് പിന്നെ നമുക്ക് കാണാവുന്നത് ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്താറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് അറബി നാട്ടില് ഞാനൊരു പിന്നെ റിസർച്ചിന്റെ ആർട്ടിക്കിൾ വായിച്ചപ്പോ അതിൽ കണ്ടത്, പഴയ കാലത്ത് അറബി നാട്ടിൽ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ അതിലയാൾ ഹൈപ്പോത്തസിസ് വെച്ചിരിക്കുന്നത് killing the female child can be justified. പെൺകുഞ്ഞുങ്ങളെ അവർ കൊന്നിരുന്നത് ന്യായീകരിക്കാവുന്നതാണ്. നമുക്കിപ്പോ ന്യായീകരിക്കാൻ പറ്റുമോ അതിനെ? പെൺകുട്ടികള് ജനിക്കുമ്പോഴേ അച്ഛൻ, പെണ്ണിനെ പ്രസവേദന ആരംഭിക്കുമ്പോ അച്ഛൻ അകത്തോട്ട് പോകും, പുറത്തോട്ട് പോകും, ഇതൊരു കുഴി കുത്തിയിട്ട് അവളെ കൈ പിടിച്ച് കുഴിയുടെ അവിടെ കൊണ്ട് കിടത്തും. ആണാണെങ്കിൽ സന്തോഷത്തിൽ വാ എന്ന് പറയും, പെണ്ണാണെങ്കിൽ അവള് തന്നെ മണ്ണിട്ട് മൂടണം. ഈ നിയമം ന്യായീകരിക്കാം എന്നൊരു റിസർച്ചർ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു ലോജിക്കൽ ഹൈപ്പോത്തസിസ് ആണ്. എന്നിട്ട് അയാൾ അതിനെ വെരിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: അവർ ചെയ്തത് ഒരു നന്മയാണ്,
എന്തുകൊണ്ടെന്നോ അവിടെ ഗോത്ര സംഘടന നടക്കും. കയ്യൂക്കുള്ള ഗോത്രക്കാരൻ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ഗോത്രത്തെ, ദുർബല ഗോത്രത്തെ കടന്നാക്രമിച്ച് അതിലെ ആണുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അതിലെ സ്ത്രീകളെ അവർ കൊണ്ടുപോകും. സ്ത്രീകളെ കൊണ്ടുപോയതിനു ശേഷം അവരുടെ വീടുകളിൽ 10-40 പെണ്ണുങ്ങളെ വളർത്തി അവരുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് അവർ സമ്മാനമായി നൽകുന്നത് ഇവരെയാണ്. അപ്പൊ എന്തെയും തറവാട്ടിൽ പിറന്ന പിതാവ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ മകളെ വളർത്തി വലുതാക്കിയാൽ വേറൊരാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നറിയുമ്പോ അയാൾ ചെയ്യുന്ന നന്മയാണ് ചെറുപ്പത്തിലെ ഈ പെണ്ണിനെ ഇല്ലാതാക്കുക. How beautifully he justified. Such hypothesis that can be verified logically is known as logical hypothesis. അങ്ങനെയാണ് ഇപ്പൊ സതി സിസ്റ്റം. ഇപ്പൊ നമുക്ക് സതി സിസ്റ്റം വേണോ വേണ്ടേ? നിങ്ങൾ പറ. വേണ്ട സർ. അങ്ങനെയുള്ളതപ്പോ ആർഗ്യുമെന്റ്സ് ഉണ്ടാവില്ലേ സർ? ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അതിന്റെ റീസൺ കറക്റ്റ് നമ്മളത് വായിക്കുമ്പോൾ ഓക്കെ എന്നാണ്. അപ്പൊ സതി സിസ്റ്റം വേണ്ടാന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ആലോചിക്കണം, വൺസ് ഇറ്റ് വാസ് എ വാല്യൂ. അവർ ജീവിച്ചിരുന്ന കാലത്തെന്ന് പറയുന്നത് അതൊരു വലിയ നന്മയാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇറ്റ് ബിക്കേം അൺഈവൽ. അത്തരമൊക്കെയുള്ള സംഘടനകൾ വരുമ്പോൾ നമുക്ക് പഴയ കാലത്തെ ആളുകളെല്ലാം മോശക്കാരെന്നല്ല, നമുക്ക് ആ സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ലോജിക്കൽ ഹൈപ്പോത്തസിസ് വേണ്ടി വരും. നമുക്കത് മോശമായിട്ട് തോന്നും. യെസ്. അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഒരു കണക്ക് ഉപയോഗിച്ച്, അല്ലെ, ഒരു കണക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് പറയാം. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഹൈപ്പോത്തസിസ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കലി ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. Statistics പറയാം. A hypothesis that can be tested statistically is known as statistical hypothesis. Yes. A hypothesis that can be tested statistically is known as statistical hypothesis. അത് കണക്കൊക്കെ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം ഒരു കണക്ക് വെച്ചാൽ പറയാൻ പറ്റില്ല. The intellectual capacity of men is higher than that of females. പെണ്ണുങ്ങളെക്കാൾ ബുദ്ധി ആണുങ്ങൾക്കാണെന്ന് പറഞ്ഞാല് അത് സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. അടുത്തതാണ് directional hypothesis. Directional hypothesis. Directional hypothesis. Directional hypothesis എന്ന് വെച്ചാൽ ആ ഹൈപ്പോത്തിസിൽ നിന്ന് തന്നെ ഒരു സൂചനയുണ്ട്. ഒരു സൂചനയോടെ, അല്ലേ, ഒരു സൂചനയോടെ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് പറയാം. ഒരു സൂചന ഉണ്ടാവും അതിനകത്ത്, അല്ലേ. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ഇസ് ഡിറക്ഷണൽ ആണ്. ഒന്നിലേക്ക് നമ്മൾ ഒരു സൂചന നൽകുന്നു, അല്ലെ. കുട്ടികളുടെ പഠനം ടീച്ചറുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഒന്നിനെ സൂചിപ്പിക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ഹൈപ്പോത്തസിസ് that predicts അത് പ്രവചിക്കും. എന്ത് പ്രവചിക്കും? The relationship between, അത് തമ്മിലുള്ള ബന്ധം, relationship between
ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആ ബന്ധത്തെ സൂചിപ്പിക്കും. ബട്ട് പക്ഷേ a hypothesis that predicts the direction of the relation between independent. അത്രയും മതി, ബട്ട് വേണ്ട, അത്രയും മതി അല്ലേ. ഇനി non directional. ഒന്നുകൂടെ പറയൂ സർ, ഒന്നുകൂടെ പറയൂ. അപ്പൊ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിറക്ഷൻ ഉണ്ടാവും. അതിന്റെ നേർ വിപരീതം നൺ ഡയറക്ഷണൽ. അങ്ങനെ ഡിറക്ഷൻ ഇല്ല. ഡിറക്ഷൻ ഇല്ലാത്ത ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അത് ഡെഫിനിഷൻ എഴുതേണ്ടതില്ല, നേരെ ഓപ്പോസിറ്റ്. സർ നോൺ ഡയറക്ഷണൽ നൾ ഹൈപ്പോത്തസിസ് ആകുമോ സാർ? നെല്ല് വെച്ചാൽ മൊത്തമായിട്ട് നെഗേറ്റ് ചെയ്യൂല, മൊത്തമായിട്ട് നെഗേറ്റ് ചെയ്യൂല കേട്ടാ. ബട്ട് ഡസ് നോട്ട് സ്പെസിഫൈ ദ ഡിറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. അങ്ങനെ പറയാം. ആ റിലേഷൻഷിപ്പിനെ ശരിക്കും അങ്ങോട്ട് സ്പെസിഫൈ ചെയ്യില്ല, പക്ഷെ എന്നാലൊരു ചെറിയ ബന്ധമുണ്ട്. ഇനി രണ്ടെണ്ണം കൂടിയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. കാഷ്വൽ ഹൈപ്പോത്തസിസ്. കാഷ്വൽ, CASUAL, കാഷ്വൽ ഹൈപ്പോത്തസിസ്. സാർ അത് 9ാമത്തെ അല്ലേ? അതെ. എത്രാമത്തെയാണത്? 11 അല്ലേ? 11. സാർ 9ാമത്തെ ഒന്ന് പറയൂ സാറേ. 9ാമത്തെ മക്കളെ എങ്ങനെയാണ്? ഹൈപ്പോത്തസിസ്. ഒന്ന് ഡിറക്ഷണൽ, മറ്റൊന്ന് നൺ ഡിറക്ഷണൽ അല്ലേ. ഇനി കാഷ്വൽ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പിന്നെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. A hypothesis that predicts a cause and effect relationship or interaction between the independent and dependent variable. ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ കാഷ്വൽ ഹൈപ്പോത്തസിസ് ഉപയോഗിക്കുന്നു. ഇനി അവസാനത്തത്, ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. അതിന്റെ ഡെഫിനിഷൻ കൂടെ നമുക്ക് എഴുതാം അല്ലേ. നിങ്ങള് ക്ഷീണിച്ച പോലെ എല്ലാം. A hypothesis that predicts an associate relationship between associate relationship between a hypothesis that predicts an associate relationship between independent and dependent variables. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി ഇതില് സംശയങ്ങളൊക്കെ വീട്ടിൽ പോയി നാളെ ഇരുന്ന് വായിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചിലത് ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറഞ്ഞ മോളെ. ഫസ്റ്റ് രണ്ടെണ്ണം പറയോ? ഫസ്റ്റ് രണ്ടെണ്ണം സിമ്പിൾ കോംപ്ലക്സ്. ഇനി നമ്മുടെ ചോദ്യം ഒരു ചോദ്യം എഴുതിയില്ലേ, ഹൈപ്പോതെസിസ് ക്യാൻ ബി ടെസ്റ്റഡ് ഇൻ. ഇനി അതിന്റെ ഉത്തരങ്ങളൊന്ന് പറഞ്ഞു. ഡിക്ലറേറ്റീവ് അല്ലേ? ഡിക്ലറേറ്റീവ് ആണോ? പറഞ്ഞോ, നിങ്ങൾ പറയാം മക്കളെ. സർ സി ജനറൽ ടേംസ്. സർ സി ഏതാ? അതെ അതെ. എന്തുകൊണ്ടാണ് ഒരാള് ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? ആ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് ഡിറക്ഷണൽ എന്ന് പറയുന്ന ആ ഹൈപ്പോത്തസിന് പകരം ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ നമ്മള് ഡിറക്ഷണൽ ഓർ ഡിക്ലറേറ്റീവ് എന്ന് നമുക്ക് എഴുതാം. കേട്ടാ? ഇനി അപ്പൊ അതില് ജനറൽ ടേംസില് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒന്നില്ല. അത് സ്പെസിഫിക്കലി എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങോട്ട് പറയാൻ കഴിയില്ല അല്ലെ? ഇനി ഹൈപ്പോത്തസിസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചെറിയ ഭാഗമാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്, അതിന്റെ സ്വഭാവം ഇങ്ങനെയില്ല. ഒരു 3-4 പോയിന്റേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ചെയ്യേണ്ടത് ഓരോ ദിവസവും ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയെങ്കിലും ഇതെന്താണെന്ന് മറിച്ച് നോക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത കാണാം. കേട്ടോ മോനെ? വേറെ മനസ്സിലാവുന്നില്ലെങ്കിൽ താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. Yeah. Thank you, sir. Yeah, sorry. താങ്ക് യു സർ.